ഇതിനെ നമ്മൾ ടേണിങ്ങിൽ ഒരു ടെമ്പോ ട്രാവലർ പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ്. എനിക്ക് വേണം ഫ്രണ്ട് ബ്രേക്കാണ് പിടിച്ചെന്ന് തോന്നുന്നു. അതാണ് കമത്തി അങ്ങനെ അടിച്ചത്. അങ്ങനെ വന്ന വണ്ടി കാലിൽ കൂടെ വീണ്. അതിപ്പം മുറിവുകളുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ. ഇവിടെ മുട്ടിൻ്റെ അവിടെ അവിടെയൊക്കെ മുറിവുകളുണ്ട്. അങ്ങനെ അടുത്തുള്ള ഇതിൽ പോയപ്പോൾ അവർ ഒരു ജസ്റ്റ് ഒരു ബാൻഡ് കെട്ടിയിട്ട് അങ്ങ് വിട്ടു TT എടുത്ത്. പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നമ്മളത് കാണിച്ചപ്പോൾ എക്സ്റേ ചെയ്തപ്പോൾ പൊട്ടലൊന്നുമില്ല ഭാഗ്യത്തിന്. അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. പക്ഷെ ചതവുണ്ട്. അപ്പോൾ ഒരാഴ്ച അത് ഇടാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് അടുത്ത ആഴ്ച മെഡിസിൻസും തന്നിട്ടുണ്ട്. 4 ഗുളികകളും തന്നിട്ടുണ്ട് ഓരോ നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു പയ്യൻ്റെ വലത്തെ കൈയും വലത്തെ കാലും അപ്പോൾ അവൻ വേദന കൊണ്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മേരെ കൈയും പിടിച്ച്. അപ്പോൾ അവൻ 2 കൂട്ടുകാരും ഉണ്ട്. എന്താ ബൈക്ക് ആക്സിഡൻറ്റ് എന്തെങ്കിലും ആയിരിക്കും അത്. വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പയ്യന്. വലിയ പ്രായമൊന്നുമില്ല, 20 സംതിങ് വയസ്സേ കാണുള്ളൂ. അതാണ് വേദന കൊണ്ട് എത്ര പേരെന്ന് അറിയാം. നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആക്സിഡന്റ് കേസുകൾ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആകുമ്പോൾ ഇത് ചെറിയൊരു ഇത് വന്നപ്പോഴേ നമുക്ക് നടക്കാൻ പറ്റില്ല. പ്ലാസ്റ്ററൊക്കെ ഇടുന്ന സമയത്ത് വേദന സഹിച്ചിട്ട് വയ്യ. ഇപ്പോൾ ഇവിടെ നടക്കാനാണെങ്കിൽ കൊന്നിയാണ് നടക്കുന്നത്. ഇപ്പം ഈ ഇടത്തേക്കാൾ ഭയങ്കര പെയിനാണ്. നമുക്കൊന്ന് കൊന്നി അങ്ങോട്ട് പോയി കൈ എഴുകണത് അവിടെ ഇരുന്നതിനൊക്കെ ബെഡിൽ ഇരുന്നതിനെ കൈ എഴുതും, ഫുഡ് കഴിക്കും, വീട്ടിൽ അവർ തരണോണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ എന്തിനും നമ്മൾ ഒരാളെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ആശ്രയം ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. നമുക്കൊരു ബോട്ടിൽ താഴെ നടക്കണമെങ്കിലോ ഒന്ന് ഇതാവണമെങ്കിലോ എണീക്കണമെങ്കിലോ എല്ലാത്തിനും ഒരാളെ ആശ്രയം വേണം. വയ്യാതമ്മനെ ഏറ്റവും കൂടുതൽ ഒരാളെ ആശ്രയിക്കുന്നത്. ടോയ്ലറ്റിൽ പോകാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ അവിടെ നിന്ന് കൊന്നി വന്ന് പിന്നെ അത് ചറക്കാതെ പോവുകയും വേണം. അവിടെ എന്തെങ്കിലും വെള്ളം കിടന്ന് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അതിനെയും കാട്ടി പ്രശ്നമാവും. അത് ടോയ്ലറ്റിൽ പോകാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സഹിക്കണത്. ഇതിന് ആക്സിഡൻ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് അതിനാണ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അടുത്ത് കൊണ്ടും തരും. ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ കാര്യം നടക്കും. ആക്സിഡൻ്റ് ആവണമെന്ന് പറയണം, അത് അനുഭവിക്കുമ്പോഴേ അറിയാം. നമുക്ക് കൈക്കാണെങ്കിൽ കുഴപ്പമില്ല. ഈ വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും നമുക്ക് ഇങ്ങനെ വെച്ച് അങ്ങോട്ട് വേണം നടക്കുകയും ചെയ്യാം. പക്ഷേ കാലാകുമ്പോൾ നമുക്ക് ഊന്നി നടക്കേണ്ടി വരും. ഇന്നലെ തന്നെ രാത്രി നമുക്കൊന്ന് പുറത്തോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ നടക്കണ്ടേ, ഈ കാല് ഊന്നി എങ്ങനെ പോകും പുറത്ത്? സത്യം ഞാൻ വീട്ടിനകത്തിരുന്ന് ശ്വാസം മുട്ടിയിട്ട് വയ്യ. ഈ ബെഡിനകത്ത് തന്നെ നമ്മൾ എത്ര ദിവസം കിടക്കും? ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ. 2 ദിവസം ആയപ്പോഴേ എനിക്ക് ഈ അവസ്ഥ. ഇപ്പോൾ ഈ വർഷക്കണക്കിന് കിടക്കുന്നവരുടെ ഓരോ അവസ്ഥകളും ഞങ്ങൾ മനസ്സിലാക്കണം. എന്ത് ബുദ്ധിമുട്ടായിരിക്കും പാവം. ചിലപ്പോൾ എണീക്കാൻ പോലും പറ്റില്ല. നമുക്കൊന്നുകൂടി ഈ കാല് വെച്ച് ഇഴച്ചങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം. കൊന്നിയെങ്കിലും നടക്കാം. ചിലർ പാവം ഫുള്ളായിട്ട് ബെഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. പാവം അവരുടെയൊക്കെ അവസ്ഥ മൈൻഡിൽ അവർക്കൊന്ന് എണീറ്റ് ഓടണമെന്ന് ആഗ്രഹം കാണും. പക്ഷെ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് അവർ ഡെസ്പായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ കാണണം ഓരോരുത്തർ റോഡിട്ടും ഓരോരുത്തർ കാലിങ്ങനെ തൂക്കിയിട്ടിട്ടും അതൊക്കെ ഇരിക്കുന്ന പാവം ഒരവസ്ഥയാണ്. നമ്മൾ മര്യാദയ്ക്ക് വണ്ടിയിൽ പോയാൽ പോലും അവിടെ നിന്ന് വന്ന് നമ്മളെ ഇടിച്ചിട്ടിട്ട് അവർ പോകും. അതിൻ്റെ സ്പീഡിൽ പോകുന്നതായാലും മെല്ലെ പോയാലും നമുക്ക് വരാനുള്ളത് വരും. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കുക മാക്സിമം. അപ്പം നിങ്ങളാണെങ്കിലും മെല്ലെ വണ്ടി പോകുമ്പോൾ മെല്ലെ പോകാൻ നോക്കുക മാക്സിമം. ഇത് തലേദിവസം മഴയും പെയ്തിരുന്നു, റോഡിന് നനവുണ്ടായിട്ട്. ആ സമയത്തൊന്നും വലിയ പ്രശ്നമില്ല. വീട്ടിൽ വന്ന് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പെയിനായി. പിന്നെ ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. ആദ്യം വിചാരിച്ചു കുഴപ്പമില്ല, തൈലമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ പോയി ഇപ്പോൾ എടുത്തപ്പോൾ പോയി ഭാഗ്യം. പിന്നെ ഇങ്ങനെ പോയി ഇപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ കയറിയെന്നെങ്കിൽ അത് രാത്രി ആകുമ്പോൾ നീരടിച്ച് അങ്ങ് ആയാണ്. അപ്പോൾ വേദന സഹിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ മെല്ലെ പോകാൻ നോക്കുക. ഇത്രയ്ക്ക് മെല്ലെയാണ് വന്നത്, എന്നിട്ടാണ് ഈ സംഭവം നടന്നത്. സ്പീഡിൽ വന്നെങ്കിൽ ഇതുമല്ല, ഇതിനെക്കാട്ടി അടിയൊക്കെ പറ്റാൻ. കയ്യിലൊക്കെ കൊണ്ടു വരഞ്ഞു. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമില്ല. ഈ മുട്ട് അവിടെയാണ്, കാലിനാണ് ബുദ്ധിമുട്ട് വന്നത്. മെയിൻ ഈ മുറിവിനെക്കാട്ടി പ്രശ്നം വന്നത് ഈ ചതവിനാണ്. ഇപ്പോഴും ഇതൊക്കെ കെട്ടിക്കണോണ്ട് അറിയണില്ല. ഇനി ഊരുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞുകൂടാ. ഒരാഴ്ച പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വലിയ ആക്സിഡന്റ് ആവുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ വരുന്ന സമയത്ത് തന്നെ ഒരാൾ ഫുള്ള് ദേഹവും കൈയും കാലൊക്കെ മുറിഞ്ഞിട്ട് അകത്തിട്ട് ക്ലീൻ ചെയ്യുന്നു. കിടന്ന് വിളി ആൾ കിടന്നു. എന്താണ് പറ്റിയെന്ന് അറിയില്ല. ഫുള്ള് കിടന്ന് ഒരു കൊച്ചിൻ്റെയും അതുപോലെ തന്നെ കൈയും കാലും ഇതുപോലെ മുറിഞ്ഞിട്ട് അതും ഡ്രസ്സ് ചെയ്ത് അതും കിടന്ന് വിളിക്കണം. ഈ വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മളെ പകുതി ജീവൻ പോകും. പിന്നെ നമ്മൾ ഇത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നിങ്ങൾക്കും ഞാൻ പറയുമ്പോൾ ഇത് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് വീട്ടിൽ കിടന്നിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും. എത്ര തന്നെ നമ്മൾ റൂമിൽ കയറിയിരിക്കും. നമുക്കൊന്ന് TV കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്ന് പുറത്തു പോകാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ കൈയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നമ്മൾ പുറത്തെങ്കിലും പോയിട്ട് വരാം. കാലായതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല. നമുക്കൊന്ന് കാല് പൊക്കി വയ്ക്കാനോ ഇവിടെ നിന്ന് അപ്പുറത്തെ റൂമിൽ പോകാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതാണ് അവസ്ഥ. ഈ ബെഡിൽ തന്നെ കിടക്കണം. എത്ര നേരം കിടക്കും? നമുക്ക് കുറേ ആകുമ്പോൾ ഭയങ്കരമായിട്ട് മടുക്കും. സത്യം പറഞ്ഞാൽ ഒന്ന് പുറത്ത് പോയാൽ മതിയെന്ന് വിചാരിക്കും. ഇപ്പം ഇത് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞിട്ട്
ഒന്ന് പുറത്തു പോകാൻ പറ്റിയാൽ മതി എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം 2 ദിവസം ആയപ്പോഴേ ഈ അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ കൂടെ കടിച്ചാൽ പോലും ഒന്നും ചൊറിയാൻ പോലും പറ്റില്ല. അവിടെ അങ്ങനെ തന്നെ ഒന്നും ചൊറിയാൻ പോലും പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാലും പൊക്കി വെച്ച് തലണയും വെച്ച് ഇങ്ങനെ കിടക്കണം. കാല് താത്തിട്ട് കഴിഞ്ഞാൽ അപ്പം നീര് വരും. ഇപ്പോൾ വൈദ്യൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തടവി അവർ ഒരു ലെവലാക്കും. അത് വേറൊരു അവസ്ഥ. പിന്നെ ഇത് കാരണം ഇങ്ങനെ അപ്പോൾ അവർ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ വലിയ വലിയ ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥകൾ മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് സംഭവിക്കുമ്പോഴേ നമുക്ക് ഈ ബുദ്ധിമുട്ട് നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യത്തിന് ആവശ്യത്തിനാണെങ്കിലും നമുക്കൊന്ന് ആരെങ്കിലും ആശ്രയിച്ചേ പറ്റൂ. ഇപ്പോൾ വലിയ വലിയ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ത് ബുദ്ധിമുട്ട്, എത്ര വർഷമായിരിക്കും പാവങ്ങൾ കിടക്കുന്നത്. ചിലർ റിക്കവറായി വരുന്ന ആൾക്കാരുണ്ട്, ചിലർ വർഷങ്ങളായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും പറ്റില്ല. സ്പൈനലൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റും? അവർക്ക് എണീറ്റ് ഇരിക്കാൻ പോലും പറ്റത്തില്ല. പാവം, കരയാനേ ആ ഒരു അവസ്ഥയിലേ പറ്റുള്ളൂ അവർക്ക്. ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു അപകടത്തിലും പെടാതെ നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക. നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെയൊക്കെ ബാക്കിയൊക്കെ നമ്മളെ വിധി പോലെ ഇരിക്കും. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.